ഹലോ കൂട്ടുകാരെ, സത്യവ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നു. നമ്മളുടെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഫയർ എന്താണ്, അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഫയറിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഓരോരോ ക്ലാസിഫിക്കേഷനും ഏതൊക്കെ തരത്തിലുള്ള എക്സ്റ്റിങ്ക്യൂഷറുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്തിരുന്നു. പഴയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഫയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫയർ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റാപ്പിഡ് ചേഞ്ച് റിയാക്ഷൻ ആണ്. ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ എന്നീ എലമെന്റുകൾ കൂടി സംയോജിച്ചുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് ഫയർ എന്നറിയപ്പെടുന്നത്. ഫയർ ഈസ് എ കെമിക്കൽ റാപ്പിഡ് ചേഞ്ച് റിയാക്ഷൻ. ഫയർ ട്രയാങ്കിളിലെ ഓക്സിജൻ, ഹീറ്റ്, ഫ്യൂവൽ എന്നീ എലമെന്റുകളിലെ ഏതെങ്കിലും ഒരു എലമെന്റിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഫയർ എന്ന സിനാരിയോ ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകൾ ഉണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി ആൻഡ് ക്ലാസ് ഇ, ക്ലാസ് എഫ് ഫയേഴ്സുകൾ. അതോടൊപ്പം തന്നെ കൂളിംഗ്, സ്മൂത്തിങ് ആൻഡ് സ്റ്റാർവേഷൻ എന്നിവയാണ് എക്സ്റ്റിങ്ക്യൂഷൻ ടെക്നിക്കുകൾ എന്നും, അതോടൊപ്പം തന്നെ ഏതൊക്കെ എക്സ്റ്റിങ്ക്യൂഷറുകൾ നമുക്കുണ്ട്, അതായത് DCP എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, CO2 എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, ഫോം, ദെൻ വെറ്റ് കെമിക്കൽ എന്നീ എക്സ്റ്റിങ്ക്യൂഷറുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്റെ കയ്യിൽ ഒരു എക്സ്റ്റിങ്ക്യൂഷർ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ എക്സ്റ്റിങ്ക്യൂഷർ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റിങ്ക്യൂഷറിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയർ എക്സ്റ്റിങ്ക്യൂഷർ 4 kg ABC പവർ ടൈപ്പ് എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ABC എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നീ ഫയറുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്നാണ്. ഇതൊരു DCP, ഡ്രൈ കെമിക്കൽ പൗഡർ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ്. ക്ലാസ് എ ഫയറുകൾക്കും അതോടൊപ്പം തന്നെ ക്ലാസ് ബി ഫയറുകൾക്കും ക്ലാസ് സി ഫയറുകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു എക്സ്റ്റിങ്ക്യൂഷർ ആണ് എന്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പാസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എക്സ്റ്റിങ്ക്യൂഷറുകൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു മാളുകളിലോ അതോടൊപ്പം തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫെസിലിറ്റി സെന്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ റേസ് ആൻഡ് പാസ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റേസ് ആൻഡ് പാസ് എന്ന് പറയുന്നത് ഒരു ഫയർ സിനാരിയോ ഉടലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് ഈ റേസ് ആൻഡ് പാസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റേസ് എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ RACE, അതിൽ R എന്താന്ന് വെച്ചാൽ റെസ്ക്യൂ. അതായത് ഇപ്പോൾ ഒരു ഫയർ സിനാരിയോ ഉണ്ടായി, അതിന്റെ അടുത്തുള്ള ആൾക്കാരെ, ഫയറിൽ പെടുന്ന ആൾക്കാരെ, അതിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ A സ്റ്റാൻഡ് ഫോർ അലാം. ഒരു ഫയർ സിനാരിയോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരിൽ കൂടെ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ നിയറസ്റ്റ് ലൊക്കേഷനുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തിട്ടുള്ള മാനുവൽ കോൾ പോയിന്റ് ട്രിഗർ ചെയ്ത് അലാം ആക്ടിവേറ്റ് ആക്കുക. C കണ്ടെയ്ൻ. ഇതിപ്പോൾ ഈ ഒരു റൂമിൽ ഫയർ സ്പ്രെഡ് ആകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള റൂമിലേക്ക് അത് സ്പ്രെഡ് ആകാതിരിക്കാൻ വാതിലുകളും ജനാലകളും അടയ്ക്കുക. അതോടൊപ്പം തന്നെ E എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്യൂഷ്. നമുക്ക് ചെറിയ ഫയറുകളാണെങ്കിൽ അതിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക. ഈ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് പാസ് എന്ന് പറയുന്ന മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ പാസ് എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എക്സ്റ്റിങ്ക്യൂഷർ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഒരു പിന്ന് വെച്ചിട്ട് അത് സെക്യൂർ ആയിരിക്കും. ഒരു പിന്നും വെച്ചിട്ടും അവിടെ ഒരു സീൽ വെച്ചിട്ടും സെക്യൂർ ആയിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുൾ ദ പിൻ. എക്സ്റ്റിങ്ക്യൂഷന്റെ ഈ സെക്യൂർ ചെയ്തേക്കുന്ന പിന്ന്, ഹാൻഡിൽ സെക്യൂർ ചെയ്തേക്കുന്ന പിന്ന് നമ്മൾ പുള്ള് ചെയ്യുക. അത് പുള്ള് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡിൽ ഒന്നും കൂടെ മുകളിലോട്ട് റിലീസ് ആവും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ. പാസിലെ P എന്ന് വെച്ചാൽ പുൾ. ദെൻ A, ദാറ്റ് മീൻസ് എയിം ടു ദ ബേസ് ഓഫ് ദ ഫയർ. പുള്ള് ചെയ്തു, ഫയറിന്റെ ബേസിലോട്ട് നമ്മൾ എയിം ചെയ്തു. പിന്നെ അടുത്തത് സ്ക്യൂസ്, അതായത് ഞെക്കുക. ഈ ഹാൻഡിൽ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്യുക. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് എക്സ്റ്റിങ്ക്യൂഷർ, പവർ ടൈപ്പ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്യൂഷർ പുറത്തു വരുമ്പോൾ നമ്മൾ സ്വീപ്പ് ചെയ്യുക. അപ്പം ഒറ്റ ഡയറക്ഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ സ്വീപ്പ് ചെയ്താൽ മാത്രമേ ആളി പടരുന്ന ഒരു തീയിലോട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് എക്സ്റ്റിങ്ക്യൂഷറിന്റെ കണ്ടന്റ് എത്തുകയുള്ളൂ. അതോടൊപ്പം തന്നെ തീ അണയ്ക്കാനായിട്ടുള്ള ചെയിൻ ബ്രേക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പം PASS എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കേണ്ടത്. അതായത് ആദ്യം നമ്മൾ എക്സ്റ്റിങ്ക്യൂഷർ എടുക്കുന്ന സമയത്ത് എക്സ്റ്റിങ്ക്യൂഷറിന്റെ പിന്ന് പുള്ള് ചെയ്യുക, പിന്നെ നമ്മൾ ഫയറിലോട്ട് എയിം ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക, സ്വീപ്പ് ചെയ്യുക.
ഇങ്ങനെയാണ് ഒരു എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കേണ്ടത്. ഒരു DCP ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ പിന്നും കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻ നോക്കുക. അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്കൊരു ഗേജ് കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഗേജ് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഗ്രീൻ ലൈനിലായിരിക്കണം ഈ ഗേജ്. നമ്മളിപ്പോൾ ഇത് ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച എക്സ്റ്റിങ്ക്യൂഷർ ആണ് ഓൾറെഡി. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം എക്സ്റ്റിങ്ക്യൂഷർ കണ്ടന്റുകളൊന്നുമില്ല. നമ്മളിത് താമസിയാത്ത മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ട് ഇത് റീഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പം അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഓരോ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനും ഓരോരോ ഇൻസ്പെക്ഷൻ പീരീഡ് ഉണ്ട്. ചില എല്ലാ എക്സ്റ്റിങ്ക്യൂഷറുകളും മന്ത്ലി ചെക്ക് ചെയ്യണം, വിഷ്വലി ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഗേജുകൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇതിന്റെ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റുകൾ എക്സ്പയർ ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു എക്സ്റ്റിങ്ക്യൂഷർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി. എൻ്റെ പേര് അനന്തു. താങ്ക് യു.